അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്ന് പരിശുദ്ധമായ അറഫാ ദിനമാണ്. ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ദിനമാണ് അറഫാ ദിനം. എത്രത്തോളം ഈ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ അറഫാ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട, അറഫാ ദിനത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആമുഖങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് പോവുകയാണ്. അറഫാ ദിനം ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പ് എന്ന് വിശേഷിപ്പിച്ച ദിനമാണ് അറഫാ ദിനം. അഥവാ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാവവും വരാനുള്ള ഒരു വർഷത്തെ ചെറുപാപങ്ങളും പൊറുപ്പിക്കപ്പെടുന്ന ഒരേ ഒരു നോമ്പ് അത് അറഫാ നോമ്പാണ്. എത്രത്തോളം മുഹറം 10 നോമ്പ് പോലും ഒരു വർഷത്തെ പാപം പൊറുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അറഫാ ദിനത്തിലെ നോമ്പ് 2 വർഷത്തെ പാപം പൊറുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നോമ്പാണ്. അതുകൊണ്ട് ഈ ദിവസം എല്ലാവരും തന്നെ നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പരാമർശിച്ച ഒന്നാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ളതാണ്. ഫർള് നോമ്പ് ഖളാ ഉള്ളവർ ഫർള് നോമ്പ് പിടിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. ഒപ്പം തന്നെ ഈ നോമ്പും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അറഫാ ദിനത്തിലെ നോമ്പ് നഷ്ടപ്പെടുത്തരുത്. ആരെങ്കിലും നിയത്ത് വയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പിന് സവാലിന് മുമ്പ്, ഉച്ചയ്ക്ക് മുമ്പ് നിയത്ത് വെച്ചാലും മതി. അതുകൊണ്ട് എല്ലാവരും തന്നെ അറഫാ ദിനത്തിലെ നോമ്പ് ഇന്നത്തെ ദിവസത്തെ നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാളെ പെരുന്നാളാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പൊതുവായിട്ട് വിവരങ്ങൾ പറയാം. അറഫാ ദിനത്തിലെ പ്രത്യേകമായ സുന്നത്ത് എന്ന് പറയുന്നത് അറഫാ ദിനത്തിലെ സുബഹി നിസ്കാരം മുതൽ നിസ്കാര ശേഷമുള്ള തക്ബീർ ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ പെരുന്നാളിൻ്റെ തക്ബീർ ദുൽഹിജ്ജ 1 മുതൽ തുടങ്ങും. കാരണം മൃഗങ്ങളെ കാണുമ്പോഴും അറക്കാൻ പാകത്തിനുള്ള മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ തക്ബീർ ചെല്ലേണ്ടത് ദുൽഹിജ്ജ 1 മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നഖം, മുടി എന്നിവ നീക്കാതിരിക്കൽ അതും ദുൽഹിജ്ജ 1 മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ നിസ്കാര ശേഷമുള്ള തക്ബീർ ദുൽഹിജ്ജ 9 അഥവാ അറഫാ ദിനത്തിൻ്റെ സുബഹി മുതലാണ്. അഥവാ ഇന്നത്തെ സുബഹി മുതൽ നിസ്കാരത്തിൻ്റെ ശേഷം ദുആക്ക് മുമ്പായിട്ട് തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഒരു ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ വലില്ലാഹിൽ ഹംദ് വരെ ചെല്ലണം. അങ്ങനെ അറഫാ ദിനത്തിൻ്റെ സുബഹി മുതൽ, അത് പള്ളിയിലുള്ള നിസ്കാരത്തിലാണെങ്കിലും വീട്ടിലുള്ള നിസ്കാരത്തിലാണെങ്കിലും ദിക്ർ ദുആകൾക്ക് മുമ്പ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്ബീർ ചൊല്ലണം. അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ ദിവസത്തെ അസർ വരെ ആ തക്ബീർ തുടരണം. അത് സ്ത്രീകൾ സാധാരണ ശ്രദ്ധിക്കാറില്ല. പള്ളിയിൽ പോകുന്ന പുരുഷന്മാർക്ക് അത് കൃത്യമായിട്ട് കിട്ടും. കാരണം പള്ളിയിൽ ഉസ്താദുമാർ അല്ലെങ്കിൽ ഇമാമുമാർ അത് ചൊല്ലാറുണ്ട്. സ്ത്രീകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. സുബഹി നിസ്കാരത്തിന് ഇന്നത്തെ സുബഹി മുതൽ തുടങ്ങി അയ്യാമത്തെ ശരീക്കിൻ്റെ അവസാനത്തെ ദിവസത്തെ അസർ വരെ നിസ്കാരത്തിന് ശേഷം മറ്റ് ദുആകൾക്ക് മുമ്പായിട്ട് തന്നെ നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിലിരുന്നു കൊണ്ട് 3 തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന ചൊല്ലൽ സുന്നത്തുണ്ട്. സഹോദരിമാർ മുടക്കി കളയരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാർ പള്ളിയിൽ പോകാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ അസൗകര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ നിസ്കാരത്തിന് ശേഷം ഇരുന്നു കൊണ്ട് ആ തക്ബീർ ചൊല്ലണം. അറഫാ ദിനത്തിൽ ഒരുപാട് ദിക്റുകളും ദുആകളും സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് നോമ്പെടുക്കുക. പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം ധാരാളം ദിക്ർ അധികരിപ്പിക്കുക. അതിൽ ഏറ്റവും ശ്രേഷ്ഠതമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സുപ്രധാനമായ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം. ആ സ്വലാത്തിനാണ് ഇന്ന് വലിയ പ്രാധാന്യമുള്ളത്. ആ സ്വലാത്ത് ഒരു 100 300 ചൊല്ലുക. അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് സമയം കിട്ടുമെങ്കിൽ 1000 പ്രാവശ്യം, സമയം കുറവാണെങ്കിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. ധാരാളമായി ദിക്ർ അധികരിപ്പിക്കുക. അതാണ് ഈ അറഫാ ദിനത്തിൽ. പിന്നെ പ്രത്യേകിച്ച് കുറേ ദുആകളുണ്ട്. അതൊക്കെ ചെല്ലാൻ പറ്റുമെങ്കിൽ ഏടൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചെല്ലുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ചൊല്ലിയതിനു ശേഷം പരമാവധി അവരവരാൽ കഴിയുന്ന രൂപത്തിൽ ദുആ ചെയ്യുക. പിന്നെ അറഫാ ദിനത്തിലെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, അറഫാ ദിനം മക്കയിൽ ഇന്നലെ ആയിരുന്നല്ലോ, പിന്നെ നമ്മൾക്ക് എങ്ങനെ ഇന്നാവുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഓരോ നാട്ടിലെ ഉദയവ്യത്യാസം അനുസരിച്ച് ആ നാട്ടിൽ എന്നാണോ മാസം കണ്ട അനുസരിച്ച് ദുൽഹിജ്ജ 9 ആകുന്നത് അന്നാണ് അവിടെ അറഫ. മക്കയിൽ ഇന്നലെ ആയിരുന്നു മാസം അനുസരിച്ച് അറഫ, നമ്മുടെ നാട്ടിൽ ഇന്നാണ് അറഫ. അവിടെ സംഗമിക്കുന്ന ദിവസം തന്നെ ഇവിടെ അറഫ ആചരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ സാധ്യവുമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ
മക്കയിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നോമ്പ് തുറക്കണമെന്ന് ഉദ്ദേശിച്ചാൽ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട് മക്കയും നമ്മുടെ നാടുമായിട്ട്. ഇനി മറ്റൊരു രാജ്യത്തെ കാര്യം എടുത്താൽ മക്കയുമായിട്ട് ഏകദേശം 20 മണിക്കൂറൊക്കെ വ്യത്യാസമുള്ള രാജ്യങ്ങളുണ്ട്. അവർ വിചാരിക്കുകയാണ് മക്കയിൽ അതേ ദിവസം തന്നെ അറഫ എടുക്കണമെന്ന് വിചാരിച്ചാൽ ലോകത്തൊരിക്കലും നടക്കാൻ പോകണില്ല. അപ്പം അതൊക്കെ നമ്മുടെ ഒരു യുക്തി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു അയുക്തിപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് മാസം കണ്ട അനുസരിച്ച് നിസ്കാരങ്ങളും നോമ്പുകളും ക്രമീകരിക്കുക. അതനുസരിച്ച് നമുക്ക് ഇന്നാണ് ദുൽഹിജ്ജ 9. പിന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യം, പെരുന്നാൾ ദിവസങ്ങൾ സംശയം വരുന്നതാണ്. നമ്മളുടെ പിന്നെ ഉദുഹിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അറഫാ ദിനത്തിൻ്റെ അന്ന് നോമ്പെടുക്കുക, ദിക്റുകൾ ദുആകൾ അധികരിപ്പിക്കുക. ധാരാളമായിട്ട് ഹാജിമാർക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം നമ്മൾ ആ സമയത്ത് ദുആർന്നാൽ അള്ളാഹുവിൽ നിന്ന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം രാവിലെ പാലിക്കേണ്ട സുന്നത്തുകൾ, അതിരാവിലെ തന്നെ കുളിക്കണം, ഭക്ഷണമൊന്നും കഴിക്കരുത്. ആദ്യമായി ഉളുഹിയത്തിൻ്റെ മാംസമാണ് ഉള്ളിലേക്ക് ചെല്ലേണ്ടത്. പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്ത്. അതുപോലെ തന്നെ അതിരാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു ദീർഘമായ വഴിയിലൂടെ പോവുക. തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴി സ്വീകരിച്ച് ചെറിയ വഴിയിലൂടെ വരിക. ഉളുഹിയത്തിൻ്റെ മൃഗങ്ങൾ പള്ളിയിൽ വെച്ച് അറുക്കുന്നവരുണ്ടെങ്കിൽ അതിനെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി വളരെ സ്നേഹത്തോടെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളിയെന്ന് ഉദ്ദേശിച്ച് കുളിക്കുക. ഉള്ളതിലേറ്റവും നല്ല വസ്ത്രമോ അല്ലെങ്കിൽ പുതിയ വസ്ത്രമോ ധരിക്കുക. പെരുന്നാൾ ദിവസം സുഗന്ധം പൂശുക. പിന്നെ ഇങ്ങനെയുള്ള പള്ളിയിലേക്ക് പോകുമ്പോഴും ഓരോ വഴികളിലുമൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് പോവുക. സലാമും അതുപോലെ തന്നെ ഈ കുല്ലുവാമും വാന്തുംബി ഖൈർ എന്നുള്ള ദുആയൊക്കെ പറയുക. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ പെരുന്നാൾ ദിവസത്തിൽ സുന്നത്തുണ്ട്. പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കലും സ്ത്രീകൾ വീട്ടിലിരുന്ന് നിസ്കരിക്കലും സുന്നത്തുണ്ട്. പെരുന്നാൾ ദിവസത്തെ സുന്നത്ത് നിസ്കാരം ആരും നഷ്ടപ്പെടുത്തി കളയരുത്. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്തായിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. എങ്ങനെയാണ് നിസ്കാരം? സാധാരണ സുന്നത്ത് നിസ്കാരം പോലെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ആദ്യം വജ്ജഹ്തൊക്കെ ഓതിയതിന് ശേഷം 7 തക്ബീർ ഒന്നാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തി കെട്ടുക. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഒരു 7 തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് 7 തക്ബീറും ഇതുപോലെ തക്ബീർ ചൊല്ലി ദിക്ർ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് 5 തക്ബീർ ചൊല്ലുക. അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ ദിക്റുകൾ അധികരിപ്പിക്കുക. ഇതാണ് പെരുന്നാൾ ദിവസത്തെ സുന്നത്ത് നിസ്കാരം. സ്ത്രീകൾ നഷ്ടപ്പെടുത്തരുത്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ പഴയതുപോലെ തന്നെയാണ്. ഈദ്ഗാഹുകളിലേക്ക് മറ്റൊക്കെ പോകുന്നത് തെറ്റായ പ്രവണതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളിയിൽ സ്ഥലമില്ലായിരുന്നത് കൊണ്ടാണ് പള്ളിയുടെ പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രൗണ്ടുകൾ എടുത്തിരുന്നത്. പിന്നീട് പള്ളിയിൽ സ്ഥലമുണ്ടായിരുന്ന കാലത്തൊക്കെ ഖുലഫാഉർ റാഷിദുകൾ നിസ്കാരങ്ങൾ പള്ളിയിലേക്ക് തന്നെ മാറ്റിയതായ ചരിത്രങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ട് ഈദ്ഗാഹുകളിലേക്കൊക്കെ പോകുന്ന ഒരു തെറ്റായ പ്രവണതയാണ്. നമ്മുടെ ഉലമാക്കൾ പറഞ്ഞതുപോലെ നമ്മുടെ പള്ളിയിലൊക്കെ വിശാലമായ സൗകര്യം ഉള്ളതുകൊണ്ടും എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് കൊണ്ടൊക്കെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ തന്നെയാണ് ഏറ്റവും കരണീയവും സുന്നത്തുമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് പാലിക്കുക. പിന്നെ ഉളുഹിയ്യത്തിൻ്റെ മൃഗങ്ങളെ അറക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് ചിട്ടകളാണ് പ്രധാനമായിട്ട്. ഒന്നായി മൃഗങ്ങളെ വളരെ സ്നേഹത്തോടെ കരുണയോടെ തന്നെ കൈകാര്യം ചെയ്യണം. അവകളെ ഒരു കാരണവശാലും ഉപദ്രവിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യരുത്. അതുപോലെ ഉളുഹിയ്യത്തിൻ്റെ മൃഗങ്ങളെ അറക്കുന്ന വീഡിയോ ചിത്രീകരിക്കുകയും മറ്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കുക. മൃഗങ്ങളെ അറക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവകളെ കാലുകൾ ബന്ധിപ്പിക്കുക, അതിന് വെള്ളം കൊടുക്കുക. നല്ല മൂർച്ചയുള്ള പിന്നെ കത്തികൾ തന്നെ അതിനു വേണ്ടി തയ്യാറാക്കുക. ഒറ്റയടിക്ക് തന്നെ മൃഗം അറിയാതെ അറവ് നടക്കുന്ന രൂപത്തിലുള്ള. അതുപോലെ തന്നെ ഒരു മൃഗം കാണക്കെ മറ്റൊരു മൃഗത്തെ അറക്കരുത്. മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് കത്തി മൂർച്ച കൂട്ടരുത്. മൃഗത്തിൻ്റെ പൂർണ്ണമായ ജീവൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ തൊലിയുരിക്കാൻ തുടങ്ങരുത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൃഗത്തിനെ ഇടത് ഭാഗത്തേക്ക് ചരിച്ച് കിബിലയിലേക്ക് തിരിച്ച് കിടത്തി അതിനെ കത്തി കൊണ്ട് ഏറ്റവും മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കുക. വലത് കൈ കൊണ്ട് അറുക്കുക. അറുക്കുമ്പോൾ തക്ബീർ മുഴക്കേണ്ടത് ആദ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള തക്ബീർ പൂർണ്ണമായിട്ട് ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ദുആ ചെയ്യുക. അറിവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഹാദാ മിൻക വഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന ദുആ പറയലും അതുപോലെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലും കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യലും സുന്നത്തുണ്ട്. മൃഗത്തിൻ്റെ രക്തം
ഭൂമിയിലേക്ക് വീഴലോടുകൂടി ആ രക്തത്തിൻ്റെ തുള്ളികളുടെ കണക്കനുസരിച്ച്, മൃഗത്തിൻ്റെ രോമങ്ങളുടെ കണക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു പുണ്യകർമ്മമായതുകൊണ്ട് ആ ദുആകൾക്ക് ഇജാബത്തുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൃഗത്തിൻ്റെ ജീവൻ പൂർണ്ണമായി പോയി എന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ അറവ് നടക്കുമ്പോൾ തല വേർപെടുത്തരുത്. അറവിന് തൊട്ട് മുമ്പായിട്ട് വെള്ളം കൊടുക്കണം. മൃഗത്തിൻ്റെ ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആൾക്കാർ തക്ബീർ ചൊല്ലുമ്പോൾ കൂടെ തക്ബീർ ചൊല്ലുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉളുഹിയ്യത്ത് ഒരു ഇബാദത്തിൻ്റെ മാംസമായതുകൊണ്ട് അത് മാംസമായിട്ടോ അത് കറി വെച്ചിട്ടോ കറി വെച്ചതിൻ്റെ കഷ്ണമായിട്ടോ ഒന്നും വിശ്വാസികളല്ലാത്തവർ അത് കഴിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സൗഹാർദ്ദം നിലനിന്നു പോകുന്നെങ്കിൽ ആ സൗഹാർദ്ദം തകർക്കാതിരിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും മാംസം വാങ്ങി ഉളുഹിയ്യത്തിൻ്റെ സമയത്ത് നമ്മുടെ സഹോദരങ്ങളായ വിശ്വാസികൾക്ക് കൊടുക്കുക. ഉളുഹിയ്യത്തിൻ്റെ മാംസം അതുപോലെ തന്നെ അക്കീക്കയുടെ മാംസം അവിശ്വാസികൾക്ക് കൊടുക്കൽ ഇബാദത്ത് പരമായി ചെയ്യാൻ പാടില്ലാത്തതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉളുഹിയ്യത്തിൻ്റെ മൃഗത്തെ വാങ്ങുമ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു പള്ളിയിൽ പോയപ്പോൾ കുറച്ച് പേര് എന്നോട് സംശയം ചോദിച്ചതാണ്. 21 പേര് ഒരു കുടുംബക്കാർ ഒന്നായിട്ട് ചേർന്നിട്ട് 3 മൃഗത്തെ വാങ്ങിച്ചു, 21 പേർക്കും അതിൽ പങ്ക് എന്നുള്ള രൂപത്തിൽ. അത് പറ്റുമോ ചോദിച്ചു. ഞാനത് പറഞ്ഞു കൊടുത്തു. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 21 പേർ ചേർന്ന് 3 മൃഗത്തെ വാങ്ങിച്ചു, 21 പേർക്ക് 3-ൽ കൂറാണെങ്കിൽ ആ ഉളുഹിയ്യത്ത് സ്വയ്യാവുകയില്ല. ഒരു മൃഗത്തിൽ ഏറ്റവും കുറഞ്ഞത് 7 പേർക്ക് മാത്രമേ പങ്കാവാൻ പറ്റുകയുള്ളൂ. 7 പേരിൽ കൂടുതൽ ഒരു മൃഗത്തിൽ കൂറായാൽ, അത് ഒരു മൃഗത്തിലെന്നല്ല 10 മൃഗത്തിൽ 7 പേരിൽ കൂടുതൽ ഒരുമിച്ച് കൂറായാൽ ആരുടെയും ഉളുഹിയ്യത്ത് സ്വയ്യാവുകയില്ല. 21 പേരുണ്ടെങ്കിൽ 7 പേര് വെച്ച് വേർതിരിഞ്ഞതിന് ശേഷം 7 പേര് ഒരു മൃഗത്തിൽ, അടുത്ത 7 പേര് വേറൊരു മൃഗത്തിൽ, അടുത്ത 7 പേര് വേറൊരു മൃഗത്തിൽ. ഇങ്ങനെയാണ് കൂറാകേണ്ടത്. ഒരാൾക്ക് ഒന്നറുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇനി 7 പേർക്ക് വരെ കൂറാകാം. ആ 7-ൽ 6 പേര് കൂറായിട്ട് ഒരാൾ പിന്നെ 7-മതൊരാളായി അറുക്കുന്ന 6-മൻ തന്നെ പങ്കായി. എന്നിട്ട് അയാളുടെ 2 വീതം എടുത്തിട്ട് 1 വീതം അക്കീക്കയാണെന്ന് കരുതിയാലും സഹിയാവും. അപ്പോൾ 6 പേർ ഉളുഹിയ്യത്തും 7-മതൊരാൾ അക്കീക്ക കരുതിയാലും ആ മൃഗത്തിനെ അറുക്കൽ സഹിയാവും, അക്കീക്ക വീടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഉളുഹിയ്യത്തിൻ്റെ മസലകൾ. ഇൻഷാ അല്ലാഹ് മറ്റുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ്, കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാളിന്, ഈ അറഫാ ദിനത്തിന് എല്ലാവരും ഇബാദത്തുകൾ കൃത്യമായിട്ട് എടുക്കുക. പെരുന്നാൾ ദിവസം എല്ലാവരും പള്ളിയിലേക്ക് വളരെ നല്ല രൂപത്തിൽ പോവുകയും സുന്നത്തുകൾ പാലിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെരുന്നാളും ഈ അറഫാ ദിനവും സ്വീകരിക്കുന്നവരായി, അള്ളാഹു കബൂലാക്കുന്നവരായി നമ്മളെയൊക്കെ അംഗീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും അറഫാ ദിനം, പെരുന്നാൾ ദിനം ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.